ഹേ ഗായ്സ്, ഒരു 2 ദിവസം മുന്നേ എന്താ പറയുക, ഗാസിയാബാദിൽ ഒരു 3 സഹോദരിമാർ മരണപ്പെട്ട ഒരു വാർത്ത നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും. പക്ഷേ വളരെ നമുക്ക് വിഷമം തോന്നുന്നൊരു വാർത്തയായിപ്പോയത്. കാരണം ഒരുമിച്ച് ഉറങ്ങി, ഒരുമിച്ച് തിന്ന്, ഒരുമിച്ച് സ്കൂളിൽ പോയി, കുളിക്കൽ വരെ ഇവർ ഒരുമിച്ചായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ അങ്ങനെ ഇരിക്കെ ഇത്രയും എന്താ പറയുക ക്ലോസായി സഹോദരിമാർ എന്തിനു മരണപ്പെട്ടു നിങ്ങൾക്കറിയണ്ടേ? എന്താ ഗെയിമിന് അഡിക്റ്റ് ആയിട്ടാണ് ഗൈസ്. നമ്മുടെ മക്കൾ എങ്ങോട്ടാണ് ഈ പോക്ക് പോകുന്നത് നമുക്ക് മനസ്സിലാകുന്നില്ല. കാരണം കൂടുതൽ അതിൻ്റെ ഉത്തരവാദി നമ്മുടെ മാതാപിതാക്കൾ, പേരൻസ് തന്നെയാണ്. നമ്മുടെ മക്കളെ സൂക്ഷിക്കേണ്ട ചുമതല നമുക്ക് മാത്രമേ ഉള്ളൂ. അപ്പം ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു ലെറ്റർ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു മകൾ. കാരണം ലെറ്ററിൽ പറയുന്നത് പാപ്പ വെരി സോറി എന്ന് പറഞ്ഞിട്ടുള്ളൊരു ലെറ്ററായിരുന്നു. അപ്പോൾ ഇവരിങ്ങനെ മരണപ്പെടുത്തി കൊറിയൻ ഗെയിം എന്ന് പറയുന്ന ഒരു ഗെയിം ഇവർ കുറച്ച് കാലമായിട്ട് കളിക്കുന്നുണ്ടായിരുന്നു 3 ആൾ. അപ്പം എന്താ കൊറോണ കാലഘട്ടത്തിലായിരുന്നു ഇവർ ഗെയിമിന് അഡിക്റ്റായിട്ട് ഉണ്ടായത്. അപ്പോൾ 16ഉം 14ഉം 12ഉം വയസ്സുള്ള 3 സഹോദരിമാർ, അത് ഒരമ്മയും ഒരച്ഛനും ഉള്ള 3 മക്കൾ ഒരുമിച്ച് മരിക്കുക എന്ന് പറയുമ്പോൾ ഒരു പാരൻസിനും സഹിക്കാൻ പറ്റൂല. അതൊന്നും അതിനപ്പുറമാണ് ആ വേദന. പക്ഷെ നമ്മൾ അറിഞ്ഞും കൊണ്ട് മക്കളെ ഇട്ട് കൊടുക്കുമ്പോൾ അത് നമ്മളല്ലേ അതിന് ഏറ്റവും വലിയ കുറ്റക്കാർ എന്ന് നമുക്ക് തോന്നിപ്പോവും. കാരണം എന്ന് വെച്ചാൽ പുലർച്ചെ 2 മണിക്ക് ഈ ഒരു ലെറ്റർ എഴുതി വെച്ച് പാപ്പ സോറി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ലെറ്റർ എഴുതി വെച്ച് ബാൽക്കണിയിലൂടെ 9ാം നിലയിൽ പോയിട്ടാണ് 3 പേര് കൈകോർത്ത് പിടിച്ചാണ് താഴേക്ക് ചാടി മരിച്ചിട്ടുള്ളത്. കാരണം കൊറിയൻ ലവ് ഗെയിം പോലുള്ള ടാസ്ക് അധിഷ്ഠിതമായ ഗെയിമിന് അഡിക്റ്റായിരുന്നു ഈ മക്കൾ. വെച്ചാൽ കൊറോണ കാലത്ത് വീട്ടിനുള്ളിൽ വെറും പൂട്ടിയിട്ടിട്ട് ഇങ്ങനെ നിൽക്കുന്ന സമയത്തായിരുന്നു കൂടുതലും ഇവർ ഇതിന് എന്താ പറയുക ഗെയിമിനോടുള്ള ഒരു അഡിഷൻ കുറേ ഉണ്ടായതെന്ന് പറയുന്നു. അപ്പം എല്ലാവരും അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ ഇതുപോലുള്ള അപകട മരണത്തെ തൊട്ടും ഇതുപോലുള്ള എന്താ പറയുക ചതിക്കുഴികളിൽ തൊട്ടും അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. പിന്നെന്താ, എത്രയോ മക്കൾ ഈ ലോകത്ത് പിന്നെ ഇതുപോലെ മരിച്ചിട്ടുണ്ട്. ഗെയിമിൻ്റെ ഭാഗമായി തന്നെ ഒരുപാട് മക്കൾ മരിച്ചു. നമ്മൾ കേരളത്തിൽ തന്നെ ഇപ്പോൾ എടുത്ത് നോക്കിയാൽ അടുത്ത് തന്നെ ഒരുപാട് ഈ കൊറിയൻ ഗെയിമിൻ്റെ ഭാഗമായിട്ട് അല്ലാത്ത വേറെ പല ഗെയിമുകളുടെ ഭാഗമായിട്ട് ഇതുപോലെ മക്കൾ മരണപ്പെട്ടു പോയിട്ടുണ്ട്. അപ്പോൾ ഇത് നടക്കുന്നതെന്ന് വെച്ചാൽ ഗാസിയാബാദിലാണ്. പുലർച്ചെ 2 മണിക്കാണ് ഈ ഒരു മക്കൾ ആത്മഹത്യ ചെയ്യുന്നുള്ളത്. അപ്പം ഇതിൽ വെച്ചാൽ ഇവരുടെ സ്വഭാവ മാറ്റങ്ങളെ പോലും പേരൻസിന് മനസ്സിലായില്ല എന്നതാണ്. ഇതിൽ മൂത്ത ആൾക്കാരാണ് എന്താ പറയുക ബോസ് എന്നും പറഞ്ഞായിരുന്നു പോലും നടന്നിട്ടുണ്ടായിരുന്നത്. ബോസ് എന്ന് ഇടയ്ക്ക് പറയുന്ന കേൾക്കാറുണ്ട്. അതുപോലെ കൊറിയയിൽ പോകാൻ വാശി പിടിക്കാറുണ്ടെന്ന്. 3 പേരും കൊറിയയിൽ പോകണമെന്ന് വാശി പിടിക്കാറുണ്ട് അച്ഛനോട്. അപ്പോൾ ഇതൊക്കെ ഇപ്പം വളരെ ഭയാനകമായി തോന്നുന്നു. കാരണം നമ്മൾ ഒരു അഡിക്റ്റായി പോയി മക്കൾ. അപ്പോൾ പിന്നെ വേറെ വഴിയില്ലല്ലോ, പേരൻസിന് കേൾക്കുകയല്ലാണ്ട്. അപ്പം അങ്ങനെയൊക്കെയാണ് പറയുന്നുള്ളത്. എന്തായാലും ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് ഇതുപോലുള്ള ഗെയിം നമ്മൾ ഇന്ത്യയിൽ നിന്ന് തന്നെ തുടച്ചു നീക്കണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. എന്താണ് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ അറിയിക്കുക. കാരണം ടിക്ടോക്ക് പോലുള്ള വലിയ പിന്നെ എന്താ പറയുക ആപ്പുകൾ നമ്മുടെ ഇന്ത്യയിൽ നിന്ന് ബാൻ ചെയ്ത് ഇളക്കിയിട്ടുണ്ട്. അപ്പോൾ അതുപോലെ ഇതുപോലുള്ള നിരവധി ഗെയിമുകളുണ്ട്, മനുഷ്യരെ കൊല്ലുന്ന ഗെയിമുകൾ. അപ്പം ഇതൊക്കെ ഈ ഒരു മരണം പോലും അവരുടെ ലാസ്റ്റത്തെ ടാസ്ക് എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ആ ടാസ്കിൻ്റെ ഭാഗമായാണ് ഈ ഒരു ആത്മഹത്യ എന്നാണ് പറയപ്പെടുന്നത്. അപ്പം അത്രയും വലിയൊരു ചതിക്കുഴി നമ്മളെ മക്കൾ പെടാതിരിക്കട്ടെ. അതുപോലെ ഇതുപോലുള്ള ഗെയിമുകൾ നമ്മൾ ഇന്ത്യയിൽ നിന്ന് ബാൻ ചെയ്ത് ഇളക്കട്ടെ അല്ലേ. അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ ഗൈസ്. ഇത് മാക്സിമം ഷെയർ ചെയ്ത് എല്ലാവരിലേക്ക് എത്തിക്കുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണാം. ബൈ.